ഇന്ന് ഞാനൊരു വെറൈറ്റി ചാലഞ്ച് ചെയ്യാൻ പോവാണ്. 1 മണിക്കൂർ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുട്ടുകുത്തിയിട്ടും ഇരുന്നിട്ടും ആയിരിക്കും ചെയ്യുക. ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യോ ഇല്ലെന്ന് നോക്കാം. സമയം ഇപ്പോൾ 12 മണിയായി. 1 മണി വരെയാണ് ചാലഞ്ച്. അങ്ങനെ ഇപ്പോൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ചാലഞ്ച് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി അത്ര എളുപ്പമല്ലാന്ന്. നല്ല മുട്ടുവേദന തുടങ്ങി. ഞാൻ ചാലഞ്ച് തുടങ്ങണതിന്റെ മുന്നേ ഈ വാതിൽ തുറന്നിടാൻ മറന്നു. ഇനി തുറക്കണമെങ്കിൽ കാല് കുത്താനും പറ്റില്ല. എത്തിച്ചു നോക്കിയിട്ട് എത്തണില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു ഐഡിയ തോന്നി. ഒരു സ്റ്റൂൾ എടുത്ത് അതിന്റെ മുകളിൽ കയറി വാതിൽ തുറന്നു. മുട്ടുവേദന കൂടി വരുകൊണ്ട് ഇനി സോഫയുടെ മുകളിൽ കയറിയിരിക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ശരിയാവില്ല, നല്ല വേദന ഉണ്ട്. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മുട്ടിന്റെ മുകളിൽ ഒരു തുണി കെട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ തുണി എടുക്കാൻ വേണ്ടി റൂമിക്ക് പോണ്ടേന്ന് ആലോചിച്ചിട്ട് കഷ്ടപ്പെട്ട് പോവാണ്. അങ്ങനെ ഒരു മുണ്ട് എടുത്തോണ്ട് വന്നു. പക്ഷെ ഈ മുണ്ട് മുറിക്കണം, അതിനുള്ള കത്രിക അവിടെയാണ്. ഇനി അങ്ങോട്ട് പോണ്ടേ? വയ്യാ. എന്തായാലും പോയാലേ പരിപാടി നടക്കൂ. അങ്ങനെ എങ്ങനെയൊക്കെ പോയി കത്രിക എടുത്തു. അങ്ങനെ കഷ്ടപ്പെട്ട് ബെഡിന്റെ മുകളിൽ കയറിയിട്ട് മുണ്ട് മുറിക്കുകയാണ്. മുറിക്കലും കഴിഞ്ഞാൽ അത് മുട്ടിന്റെ മുകളിൽ കെട്ടി സെറ്റാക്കി. ഇനി ഈ മുണ്ട് മുറിച്ചാൽ എന്തെങ്കിലും പറയുമെന്നാവോ? എന്തായാലും മുണ്ട് കെട്ടി വെച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന തുടങ്ങി. എന്തായാലും ചാലഞ്ച് സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിക്കണില്ല. അങ്ങനെ ഇപ്പോ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അടുക്കളയ്ക്ക് പോവാണ്. 3 ഡാർക്ക് ഫാന്റസി ഉണ്ടായിരുന്നു, അതെടുത്തു പോന്നു. ഉമ്മർത്തിരുന്ന് കഴിക്കാന്നാ വിചാരിച്ച്, പക്ഷെ ഉമ്മർത്തേക്ക് പോവാൻ വയ്യ. അപ്പോ വന്നോടെ തന്നെ ഇരുന്ന് കഴിച്ചു. ഇനി ഈ കവറ് വേസ്റ്റ് കവറിൽ കൊണ്ടുപോയി ഇടണ്ടേ? എങ്ങനെ കൊണ്ടുപോയിടും? എങ്ങനെ ഈ കാല് വെച്ചിട്ട് പോവും? പക്ഷെ നമ്മൾ വിടുവോ? നമ്മൾ പോയി പടി ഇറങ്ങാൻ നോക്കുകയാണ്. ഇറങ്ങിയതോടെ ഈ ചാലഞ്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ചാലഞ്ച് മുന്നോട്ട് പോയാൽ കാല് ബാക്കി ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എന്തായാലും അരമണിക്കൂറേ എനിക്ക് പിടിച്ചേക്കാൻ പറ്റിയുള്ളൂ. അപ്പോ ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം.